ന്യായാധിപന്മാരുടെ പുസ്തകം അദ്ധ്യായം 17. എഫ്രയീം മലനാട്ടിൽ മീഖാവെന്ന ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ തന്റെ അമ്മയോട്, കളവ് പോയതും ഞാൻ കേൾക്കെ നീ ശാപം ഉച്ചരിച്ചതുമായ നിന്റെ 1100 വെള്ളിപ്പണം ഇതാ എന്റെ പക്കൽ ഉണ്ട്. ഞാനാകുന്നു അത് എടുത്തത് എന്ന് പറഞ്ഞു. എന്റെ മകനേ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവന്റെ അമ്മ പറഞ്ഞു. അവൻ ആ 1100 വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കിക്കൊടുത്തപ്പോൾ അവന്റെ അമ്മ, കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എന്റെ മകന് വേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു. ആകയാൽ ഞാൻ അത് നിനക്ക് മടക്കിത്തരുന്നു എന്ന് പറഞ്ഞു. അവൻ വെള്ളി തന്റെ അമ്മയ്ക്ക് മടക്കിക്കൊടുത്തപ്പോൾ അവന്റെ അമ്മ 200 വെള്ളിപ്പണം എടുത്ത് തട്ടാന്റെ കയ്യിൽ കൊടുത്തു. അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹമുണ്ടാക്കി. അത് മീഖാവിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. മീഖാവിന് ഒരു ദേവമന്ദിരം ഉണ്ടായിരുന്നു. അവൻ മഹാപുരോഹിത വസ്ത്രമായ ഒരു ഏഫോദും ഗൃഹബിംബവും ഉണ്ടാക്കി തന്റെ പുത്രന്മാരിൽ ഒരുവനെ സമർപ്പണം ചെയ്ത് അവന്റെ പുരോഹിതനാക്കി. അക്കാലത്ത് യിസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. യെഹൂദയിലെ ബേത്ത്ലേഹേമിൽ യെഹൂദാ ഗോത്രത്തിൽ നിന്നുള്ള ഒരു യുവാവുണ്ടായിരുന്നു. അവൻ ലേവ്യനും അവിടെ താമസമാക്കിയവനും ആയിരുന്നു. യെഹൂദയിലെ ബേത്ത്ലേഹേം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് സൗകര്യം പോലെ പലയിടത്ത് അവൻ താമസിച്ചിരുന്നു. യാത്രയിൽ അവൻ എഫ്രയീം മലനാട്ടിൽ മീഖാവിന്റെ വീട്ടിലെത്തി. മീഖാവ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ യെഹൂദയിലെ ബേത്ത്ലേഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യൻ ആകുന്നു. താമസത്തിന് ഒരു സൗകര്യം അന്വേഷിക്കുകയായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മീഖാവ് അവനോട്, നീ എന്നോടുകൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കുക. ഞാൻ നിനക്ക് ആണ്ടിൽ 10 വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ലേവ്യൻ അകത്ത് ചെന്നു. അവനോടുകൂടെ പാർപ്പാൻ ലേവ്യന് സമ്മതമായി. ആ യുവാവ് അവന് സ്വന്തപുത്രന്മാരിൽ ഒരുവനെപ്പോലെ ആയിത്തീർന്നു. മീഖാവ് ലേവ്യനെ സമർപ്പണം ചെയ്ത് പുരോഹിതനാക്കി. അവൻ മീഖാവിന്റെ വീട്ടിൽ പാർത്തു. ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കയാൽ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് മീഖാവ് പറഞ്ഞു.